ഹായ് നമസ്കാരം, ഫാസിലാണ്. നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെയുള്ളൊരു വളമാണ് കഞ്ഞിവെള്ളം. അപ്പോൾ ഇത് നമ്മൾ കൃഷിയിൽ പലരും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് അമിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പലരും എന്നോട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കീടശല്യത്തിന് നീരൂറ്റി കുടിക്കുന്ന ചെറിയ കീടങ്ങളുടെ ശല്യം നമ്മൾ തടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം, അതേപോലെ ഉള്ളിത്തോല്, ശർക്കര ഇതും കൂടി ലായനിയാക്കിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടശല്യം വരില്ല. അതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ 4-5 ദിവസം കൂടുമ്പോൾ നമുക്ക് കൊടുക്കാം. പിന്നീട് നമ്മൾ കഞ്ഞിവെള്ളം കൊടുക്കൽ എങ്ങനെയാണ്, നമ്മൾ കമ്പോസ്റ്റ് റെഡിയാക്കും, കരിയില കമ്പോസ്റ്റ്, അങ്ങനത്തെ കമ്പോസ്റ്റ് ഒക്കെ റെഡിയാക്കും. അപ്പോൾ അതിൽ നമുക്ക് കഞ്ഞിവെള്ളം തെളിച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ തെളിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ അമിതമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അമിതമായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ, കമ്പോസ്റ്റിൻ്റെ ആ രൂപമൊക്കെ ഒന്ന് അങ്ങോട്ട് മാറും, അല്ലെങ്കിൽ കൂടി ജ്യൂസ് രൂപത്തിലായി മാറും. അപ്പോൾ നമ്മൾ കമ്പോസ്റ്റായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അമിതമായിട്ട് ഒഴിച്ചു കൊടുക്കാതെ തെളിച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആവുന്നതനുസരിച്ചിട്ട് നമ്മൾ കഞ്ഞിവെള്ളം നിർമ്മിപ്പിച്ചിട്ട് നമ്മൾ തെളിച്ച് കൊടുക്കാനും പറ്റുന്നതാണ് കേട്ടോ. ഇനി മണ്ണിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, കാരണം ഈ കമ്പോസ്റ്റ് ആക്കുമ്പോൾ അതേപോലെ മണ്ണിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, ഇതിൽ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ധാരാളമായിട്ട് ബാക്ടീരിയകൾ വർദ്ധിക്കും. ആ ബാക്ടീരിയകൾ വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ കമ്പോസ്റ്റ് ഒക്കെ റെഡിയാക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കമ്പോസ്റ്റ് വളമായിട്ട് മാറും. അതുപോലെ മണ്ണിൽ നമ്മളിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മണ്ണിൽ ബാക്ടീരിയകൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ജൈവവളങ്ങളൊക്കെ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാക്കി കൊടുക്കാനൊക്കെ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിലും അമിതമായിട്ട് നമ്മളൊരു കാരണവശാലും ഒഴിച്ചു കൊടുക്കരുത്. കാരണം പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 5 ഇരട്ടി വെള്ളമെങ്കിലും ഒഴിച്ച് അത് നേർമ്മിപ്പിച്ചിട്ട് വേണം നമ്മൾ കൃഷിയിൽ ഒഴിക്കുക. അതും അടിക്കിടെ നമ്മൾ ഉപയോഗിച്ച് കൊടുക്കണ്ട കേട്ടോ. കാരണം അടിക്കിടെ നമ്മൾ ഉപയോഗിച്ച് കൊടുത്താൽ നമ്മൾ മണ്ണ് അസിഡിക് ആവാനും ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ലറി ഉണ്ടാക്കുന്ന ടൈമിലും നമുക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടാണ് നമ്മൾ സ്ലറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു 7 ഇരട്ടിയെങ്കിലും വെള്ളം നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ സ്ലറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഇരട്ടിയൊക്കെ വെള്ളം മിക്സ് ചെയ്താൽ മതി. പക്ഷേ കഞ്ഞിവെള്ളം ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൂടുതൽ ചേർത്തിട്ട് വേണം നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക.